എന്ത് മീനാ? തിലോപ്പിയ. ഈ കറി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്തൊരു രുചിയാ അല്ലേ? എന്ത് മീനാ? തിലോപ്പിയ. തിലോപ്പിയ. വയ്ക്കട്ടെ. അപ്പോ എന്താണല്ലോ ഇത് പിടി. തട്ടിട്ടായി. തട്ടിക്കോ. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം മോളെ? സവാള മാത്രം മതി. മതിയാ? ഞാൻ പോട്ടെ. ഈ കുട്ട കൊണ്ട് പോട്ടാ. ആ ഉണ്ടോക്കോ.
അമ്മായിക്ക് എരിവ് വേണ്ടല്ലോ. എരിവ് ഇല്ലാതിരുന്നാ അയ്യം. ആ എന്നാ കാശ്മീരി ചില്ലി പോരെ. എരിവും വേണം. അമ്മായി ഇതൊന്ന് മിക്സ് ചെയ്തേ. ഇല്ല ഞാൻ ഇത് എന്താ വരിഞ്ഞിട്ട് പോരെ. അത് രണ്ടാമത് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ആദ്യം ഇത് കാരണം എന്തറിയോ പെരട്ടി ഇന്ന് മസാല എന്തോരം വേണോ വേണ്ടെന്നൊക്കെ നോക്കാൻ. അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് ഇങ്ങനെ എരിവിട്ടോണ്ടിരിക്കും. അമ്മായി അറിയാണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടു എരിവുള്ളത്. അത് കുഴപ്പമില്ല കേട്ടോ. ആ മതിയോ? മതി പോരെ. ആണോ? അപ്പോഴേ മോളെ എന്തായാലും മീൻകറി വെച്ചിട്ടല്ലേ ഇത് നീ ഇനി പൊരിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതാ കൊണ്ടുവയ്ക്കട്ടാ. വെച്ചോ. അമ്മായിക്ക് വേണ്ടി ഞാൻ അധികം എരിവിടുന്നില്ലാട്ടാ. ഓ ഇതിന്റെ പുറത്തെടുത്തേക്കിട്ടാ മീന്. വെച്ചോ. നോക്കമ്മായി ഈ കറി എന്ത് എളുപ്പാന്നറിയോ? എന്തെളുപ്പാ പറ. എന്തെളുപ്പമെന്ന്? ആ അതിൽ വേറെ ഒന്നും അരക്കൊന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ട. ഇഞ്ചി വെളുത്തുള്ളി വേണ്ട. ആകെ വേണ്ടത് സവാള, മുളക് പൊടി, മഞ്ഞപ്പൊടി, പുളി. അമ്മായി പോയിട്ട് 2 മൂടി എടുത്തോണ്ട് വരുമോ? ഇത് മൂടാനും വലുതും ചെറുതും. എരിവില്ല. എരിവ് വേണം സാധനം. വേണോ? ഇത് ആര്? മീനല്ലേ. ഇതാരിത്? അമ്മായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അമ്മായിയുടെ ഇഷ്ടത്തിന് ചെയ്യണതാ. അമ്മായി ഇന്നെങ്കിലും ഈ മര്യാദ കഴിക്കട്ടെ നോത്ത്. ഇടട്ടെ ഇത് ഇട്ടോട്ടെ. കൊല്ലു തന്നെ ഇല്ലല്ലോ. ഞാൻ പിന്നെ ജയിലിൽ പോണ്ടേ? എന്നാ ശരി. കൊല്ലൊന്നുമില്ല. കൊല്ലണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. മൂത്തിട്ടുണ്ടാവില്ല മുളക് പൊടി? മൂത്ത് വെള്ളം ഒഴിക്കണ്ടേ? കുറേ വേണ്ട കേട്ടാ. ഇല്ല ഇത് വെള്ളക്കറി അല്ല. ഇത് ശ്യാമള നോക്കിക്കോ. ഇത് വേറെ സാധനമാണ്. നോക്കിക്കോ. ശരിയാക്കി തരാ ഞാൻ. അങ്ങനെയാണോടി ചേച്ചി? ശരി വെള്ളം ഒഴിക്കാം. ഇത് പിഴിഞ്ഞിട്ടില്ല, പേടിക്കണ്ട. പിഴിഞ്ഞിട്ടില്ല, വെറുതെ വെച്ചിരിക്കണം.
ഇത് ഉം. തിളച്ച് ഉം. കുറുകട്ടെ. അതെ. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും അയവറക്കാം. ആടാ അയവറക്കാൻ. ആടാണെല്ലാം ആദ്യം ഇങ്ങനെ തിന്നും, പിന്നെ കിടന്നിട്ട് ഒരു അയവറക്കൊക്കെ ഉണ്ട്. അടച്ചോ. കമോൺ. മാളുവിന് ഇതൊന്നും കഴിക്കാൻ പറ്റിയില്ല. സ്ട്രോബെറി. പുളിയുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. കൊള്ളാല്ലേ, വലിയ പുളിപ്പൊന്നുമില്ല അല്ലേ? നിനക്ക് ഇന്നാള് മോതിരം വാങ്ങണമെന്നൊക്കെ പറഞ്ഞില്ലേ? വാങ്ങണില്ലേ? എന്ത് വില ഇപ്പൊ വില കുറവല്ലേ? ഇനിയും കുറേ മോതിരം മേടിച്ചിടണമെന്നുണ്ടായിരുന്നു അമ്മയെ. എങ്ങനെ മേടിച്ചിടും ഇനിയിപ്പോ? ഞാൻ നോക്കിയിട്ട് ഇനി സ്വർണം മേടിക്കണ നഷ്ടം. 1,00,000 രൂപ ഉണ്ടാ? 4 പവൻ്റെ 4 റിങ് വാങ്ങാല. ഒരു പവൻ ഇനി സ്വർണം മേടിച്ചാൽ നഷ്ടമാണ്. ആ 1,00,000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? പണ്ടത്തെ കാലത്ത് സ്വർണ്ണങ്ങൾ കളയാതെ സൂക്ഷിച്ച ഒരു ബുദ്ധിമാന്മാര്. അതന്നെ അല്ലേ? കളഞ്ഞവര് ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും. അടിച്ചു മാറ്റി കൊണ്ടുപോകും. അത് ശരിയാ. ശരിയല്ലേ, കളഞ്ഞവരായിരിക്കും അടിച്ചു മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുപോകണത്. ഇനി അങ്ങോട്ട് സ്വർണ്ണം വരാ കൂടും തോന്നുള്ളൂ അല്ലേ? അറിയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ റൗണ്ട് ആക്കി 1,00,000 വരെ ആക്കാൻ പക്ഷെ വേണ്ടി. ഇപ്പൊ ഈ കല്യാണക്കാർക്കാണ് ബുദ്ധിമുട്ടായത്. കഷ്ടം. കഴിക്കമേ. ഇടാവോ? ഓ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് സുന്ദരി കറിയായത് കണ്ടാ? കണ്ടു. അയ്യോ, ഇച്ചിരി ഉപ്പിട്ടോട്ടെ. ഉപ്പിന്റെ കുറവുണ്ട്. ഇട്ടോ. തലഭാഗം ആദ്യം ഇടമ്മായി. ആഫ്രിക്കക്കാരുടെയൊക്കെ ഫേവറേറ്റ് മീനാണിത്, സിലോപ്പിയ. നമ്മൾ പിലോപ്പി എന്ന് പറയും, അവര് സിലോപ്പിയ എന്ന് പറയും. സിലോണി നിന്നതായിട്ടോ. എവിടുന്നാ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് കൂട്ടം അതിൻ്റെ അതുകൊണ്ടാണ് വില കളഞ്ഞിരിക്കുന്നത്. ചെറുതിയിലിരുന്നാവട്ടെ അമ്മായി, നമുക്കപ്പോഴേക്കും വല്ലയിടത്തൊക്കെ പോയി ഇരിക്കാം. വാ. അമ്മ ഇതിന്റെ പേരെന്താ പറഞ്ഞിരുന്നേ? ഞാൻ എന്താ പറയാ, അപ്പം എന്താടി ഞങ്ങൾ പറഞ്ഞതെന്താ അറിയോ? ബദാമ പുല്ല്. അതാമ പുല്ല്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ഓർമ്മ വരും എന്ന് അറിയാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ആണോ 9ആണോ എന്ന് അത്ര ഓർമ്മയില്ല കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ 20 പൈസക്ക് ഇൻട്രോൾ ടൈമിൽ ചേട്ടൻ വന്ന് ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും ഗേറ്റിൻ്റെ അവിടെ. അതൊരു കവറിലല്ലേ, പല കളറിലുള്ള. ഇത് തന്നെ ബദാമ പുല്ല് തന്നെ.
അപ്പോൾ 20 പൈസയ്ക്ക് ഈ കപ്പലണ്ടി പൊതിയുന്ന പോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഇങ്ങനെ തരും. ഞാൻ പോയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ എടുത്തിരുന്ന് ഇങ്ങനെ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. അപ്പോൾ ഇങ്ങനെ എടുത്തിരുന്ന് കഴിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, ഞങ്ങളുടെ ആ ഗേൾസ് സ്കൂളിൽ ആദ്യമായിട്ട് +2 വന്ന സമയമാണ്. ഗേൾസ് സ്കൂളിൽ ആദ്യമായിട്ട് മിക്സഡ് വന്ന സമയമാണ്. അപ്പോൾ ആൺപിള്ളേർ ആദ്യമായിട്ടാണ് അവിടെ പഠിക്കുന്നത് +1. അപ്പോൾ +1 വരാൻ ഭയങ്കര ഭംഗിയുള്ള പയ്യന്മാരാട്ടോ എല്ലാവരും. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളൊരു പയ്യനെ എൻ്റെ കൂട്ടുകാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവള് ആ പയ്യനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ മാവും അതൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവനെ നോക്കാൻ ഞാൻ കൂടെ നിന്ന്, അവൾ നോക്കുകയല്ലേ, ഞാൻ കൂടെ നിന്ന് കഴിച്ചോണ്ടിരിക്കും. നമുക്ക് ഇതാണല്ലോ മെയിൻ പ്രശ്നം അല്ലേ? എനിക്കിതാണ് പണ്ടേ എനിക്ക് തന്നെയാ ഫുഡ് തന്നെയാ. അപ്പം ഞാനിങ്ങനെ കഴിച്ചോണ്ട് നിൽക്കാൻ നേരത്ത് ഇവള് നോക്കുക, കാര്യമായിട്ട് ഇവള് നോക്കുക. നോക്കി ഒരു ദിവസം ആ പയ്യന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്, അപ്പൊ ആ പയ്യന്റെ പേരെന്താണെന്നറിയോ? എഡ്വേർഡ് റൊണാൾഡ് ഹീബ്രു എന്നാ, ഒരു ആംഗ്ലോ ഇന്ത്യൻ. അപ്പൊ അവൻ വന്നിട്ട് അവന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ എഡ്വേർഡിന് ഈ കൊച്ചിനെ ഇഷ്ടമെന്ന് പറയാൻ പറഞ്ഞു. എന്താ മനസ്സിലായല്ലോ? എന്താ നീ ഇത് തിന്നോണ്ടിരിക്കണോണ്ട് നിന്നെ ഇഷ്ടപ്പെടാൻ പറഞ്ഞ? അല്ലെന്ന് നോക്കിയ പയ്യന് ഇഷ്ടപ്പെട്ടത് എന്നെയാന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാനാണെങ്കിൽ ആ ചക്കര വരെയൊക്കെ കണ്ടിട്ട് പോലും ഇല്ല. ഞാനിത് തിന്നെന്താ കോൺസെൻട്രേഷനിലായിരുന്നു. അങ്ങനെ വന്ന് പറഞ്ഞ ആ ഒരു കഥ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. നല്ല ഭംഗിയായിരുന്നു, സുന്ദരം പയ്യൻ. ഇതിപ്പോ ഇന്ന് കിട്ടിയില്ലെങ്കിൽ ആ കഥ അടിയിലായി പോവില്ലായിരുന്നു. മാളുണ്ടായിരുന്നേ മാളുവിനോട് പറയായിരുന്നു. അപ്പൊ ഇതല്ലേ വേറെ ഒരു കവറിൽ പല കളറിൽ റോസ് അതാണല്ലോ. അതിനെന്ത് പറയുമെന്ന് അറിയത്തില്ല. അതെനിക്ക് അത്ര ഇഷ്ടമല്ല ആ കളറിൽ. ഇങ്ങനെ ഒരു നിശ്ചയിൽ ഇങ്ങനെ കറക്കി 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 തന്നെ സാധനം വായിലിട്ട ഒന്നും കിട്ടത്തുമില്ല, എന്തെങ്കിലും കഴിച്ച പോലെ ഫീലും ഇല്ല. പക്ഷെ ഇത് വേറെ ലെവല്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മൊത്തം പഞ്ചസാരയും മൈദയാണ്. ഷുഗർ ഉള്ളതല്ലേ? മതി. ഇത് മാത്രം ഞാൻ മതിയാക്കൂല അമ്മായി. പഴയ ഓർമ്മകൾ അയവിറക്കൂന്ന് പറയത്തില്ലേ? അതെ, ഞാൻ പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട്. എന്നാ പിന്നെ നമുക്ക് പോയാലാ? ഇന്നെല്ലാം കൂടെ എടുത്തിട്ട് പോവല്ലേ? മതി. ഒഴിയോ? കഴിക്കേ അമ്മേ. ഇനി തൊട്ട മീൻ ഉടയും. അപ്പൊ നമുക്കിനി അടുത്ത ഫ്രൈ പരിപാടിയിലോട്ട് പോവാം അല്ലേ? അതെല്ലാം അങ്ങ് നടുക്കോട്ട് നീക്കിയായി. അപ്പം ഞാൻ ആ കല്ലെടുത്തോണ്ട് വരാം. അമ്മായി മീൻ എടുത്തോണ്ട് വരുമോ വറക്കാനുള്ള? വാ പൊക്കോ, എടുത്തോ. ഞാൻ എടുത്തോണ്ട് വരാം, പൊക്കോ. നമുക്ക് എമായി ഒരെണ്ണം വെച്ചാൽ മതി. കാരണം ഈ സൈഡിൽ എണ്ണ നിൽക്കുന്നില്ല. അവിടെ ശരിവുള്ള കാരണം ഇത്തിരി സമയം എടുത്താലും വേണ്ടില്ല, നല്ല രീതിയിൽ വറക്കട്ടെ. തവ ഫ്രൈ. അതെ ഒക്കെ എഴുതിട്ട് വരാവേ. അമ്മായി വേണമെങ്കിലേ ടേബിൾ സെറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തോ. അപ്പോഴേക്കും ഞാനിത് അതും കൂടി വറുത്തിട്ട് വരാം. അപ്പം ഞാൻ പോട്ടെ. പൊക്കോ.
മോളെ അതിൽ വെച്ചാൽ മതിയേ, ഞാൻ അതിൽ നിന്ന് എടുത്തോളാം. എനിക്ക് കുറച്ച് മതിയല്ല, അത് മാളുവിന് വെച്ചേരാ. ശരി ശരി. വെക്കട്ടാ? ഓക്കേ ഓക്കെ. അമ്മായി പറ, അമ്മായി പറ. അടിപൊളി. ഈ കറി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇത് സിമ്പിൾ കറിയാ, എന്തൊരു രുചിയാ അല്ലേ. വെളുത്തുള്ളി ഉരിക്കണ്ട, ഇഞ്ചി ഉരിക്കണ്ട അല്ലേ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം. കറിവേപ്പില ഇതിലിട്ട കറിയുടെ രുചിയെ അങ്ങ് മാറിപ്പോ. കറിവേപ്പില ഇടില്ല ഈ കറിയിൽ. ആകുള്ളത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുളിയും സവാള, ഇത്രയേ ഉള്ളൂ. ഇതിന് മുന്നേ ഞാൻ മാളൂന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് മീൻ ഏതായിരുന്നു എന്നറിയോ? അയില. നല്ല ടേസ്റ്റാ. നന്നായി ചോറ് ഒരുപാട് കഴിക്കുമെന്ന് എനിക്കറിയാം. എരിവുമില്ല, രുചിയുമുണ്ട്. ഫ്രൈ എടുക്കാമേ. മാളൂന് ഭയങ്കര ഇഷ്ടമായി കറി. ഇപ്പോൾ വരുമ്പം താമസിക്കൂലേ? എൻ്റെ ആള് തല